ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ. അപ്പം മക്കളെ, നമ്മളിന്ന് വന്നിക്കണത് എന്നും വെച്ചുണ്ടാക്കണ ബ്ലോഗും വീഡിയോ ഒക്കെ ആയിട്ടല്ലേ നമ്മൾ വരല്ലേ. അപ്പം ഇന്നൊരു വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചിട്ട് എന്നും വെച്ചുണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ എല്ലാവർക്കും കാണുമ്പോഴൊക്കെ ഒരു വെറുപ്പല്ലിക്കാരം. അപ്പം നമ്മൾ വിചാരിച്ച് നമ്മളിന്നൊരു വെറൈറ്റി ആക്കാമെന്ന്. അപ്പം നമ്മളിത് നോമ്പിൻ്റെ മുമ്പ് എടുത്തതാട്ടാ. നിങ്ങൾ വിചാരിച്ചു എന്താ അപ്പം നോമ്പിൻ്റെ അടിയിൽ ഒരു പുട്ട് കച്ചവടം ഉണ്ടാകുന്നു. അപ്പോൾ നോമ്പിൻ്റെ കുറച്ച് ദിവസം മുമ്പായിട്ട് എടുത്തതാട്ടോ. അപ്പം നമ്മളടുത്ത് വീട്ടിൽ നമ്മളെ അയലക്കത്ത് ഒരു പരിപാടി കഴിഞ്ഞിട്ടാ, വലിയൊരു പരിപാടിയിന്. അപ്പോൾ അവിടെ കുറേ ഓയിൽ ബാക്കിയായി, ചിക്കനൊക്കെ പൊരിച്ച ഓയിൽ ബാക്കിയായി. അപ്പോൾ എനിക്ക് തന്നതിനിട്ടാ, അവരുണ്ടാക്കലുണ്ട്. അപ്പോൾ എനിക്കൊരു കണ്ടൻറ്റ് ആയിക്കോട്ടെ വെച്ചിട്ട് തന്നതാണ് ഈ കാര്യം. അപ്പം അതുകൊണ്ട് നമ്മൾ സോപ്പ്, സാബുന്, നമ്മൾ അലക്ക് സോപ്പ് ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പം നമ്മൾ അതിനുള്ള 2 കിറ്റും വാങ്ങിക്കൊടുന്ന്, ഒന്ന് അലക്ക് സോപ്പും ഒന്ന് നമ്മൾ കുളിക്കണ സോപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അലക്ക് സോപ്പ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കി. നമ്മൾ ഈ നോമ്പിനിപ്പഞ്ഞ് പൊരിച്ചതും കരിച്ചതും ഒക്കെ ഉള്ള ഓയിൽ ഇപ്പോൾ തിരയുള്ളതും ഒക്കെ ഇങ്ങനെ ഉണ്ടാവും. ചിലവരടുത്തൊക്കെ ചിലവർ ഒഴിവാക്കുമോ, ചിലവർ അതിൽ തന്നെ പിന്നെയും ഇങ്ങനെ പൊരിച്ചും കൊണ്ട് നിൽക്കും. അതിനൊന്നും നിൽക്കണ്ട. കൊളസ്ട്രോളും പിന്നെ പല സോക്കടും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ ഒരു പഴയ ടിന്ന് കേട്ടോ, ടിന്ന് മിറ്റത്തിൻ്റെ അടുത്തിട്ട് വെച്ചിട്ടത്. അപ്പം മാറാലടിച്ചപ്പോൾ പൊടിയൊക്കെ പാറിങ്ങാണ്ടേ, നനച്ചുള്ളിപ്പണിയൊക്കെ എടുത്തപ്പോൾ അതിൻ്റെ പുറത്തൊക്കെ പൊടിയുമ്പോൾ ഒക്കെ പാറിക്കണ്ട അയച്ചിട്ടൊന്നും കുഴപ്പമില്ല. പിന്നെ ഓയിൽ അതിലുണ്ട്. അപ്പം നമ്മൾ കുറേ ഓയിലുണ്ടേനിട്ടാ. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കണ്ടാണ് നമ്മൾ കിറ്റൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കി. നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കി. കാണുമ്പോൾ നിങ്ങൾക്കും തന്നെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കാമെന്നുള്ളൊരു മനസ്സിക്ക് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ കൈമൽ ഗ്ലൗസൊക്കെ ഇടുന്നുണ്ട്, നല്ലതാണ്. അപ്പോൾ ഗ്ലൗസ് നോക്കുമ്പോൾ അതൊക്കെ ഉരുകിങ്ങാട് ഒട്ടിക്കണം. അപ്പോൾ ഏതായാലും കിട്ടിയ ഗ്ലൗസൊക്കെ നമ്മൾ കൈമലിട്ട് പിന്നെ മാസ്ക് ഇട്ടിക്കണം കേട്ടോ. മാസ്ക് ഇടണമെന്നില്ല, അപ്പം ഞാൻ മാസ്ക് ഇട്ടിക്കണേ. അപ്പോൾ നല്ല എളുപ്പമുള്ള പണി കേട്ടോ. എന്താ വെച്ചാൽ അടുപ്പത്ത് വെച്ച് കാണ്ടുള്ള പരിപാടിയൊന്നുമില്ല. നമ്മൾ മുറ്റത്ത് ഇങ്ങനെ ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഒരു അരമണിക്കൂർ നേരത്തെ ഒരു പണിയേ ഉള്ളൂ. അതിൻ്റെ പിന്നെ പാക്കറ്റുകളാണിട്ടത്. അപ്പോൾ ഓരോരോ പാക്കറ്റ്, അപ്പോൾ ഒക്കെ എല്ലാ വിവരങ്ങളും അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു പാക്കറ്റ് അതിക്കിടും, അങ്ങനെ 10 മിനിറ്റ് ഒന്ന് ഇളക്കുക. പിന്നെ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കേട്ടോ. അതിൻ്റെ പേരുകളൊക്കെ ഉണ്ട്. പിന്നെ നോട്ടീസിൻ്റെയൊക്കെ ഒന്ന് പോയിക്കണേ. അപ്പോൾ എനിക്ക് വായിച്ച് തരാൻ എനിക്ക് കഴിയണില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇങ്ങനെ ഓരോന്നിങ്ങനെ ഇളക്കിക്കൊണ്ടും തൈകൊണ്ടൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കി. നിങ്ങൾക്കും അങ്ങനെ ഇതാക്കാമെന്ന് തോന്നിപ്പോവും. നമ്മൾ പിന്നെ എനിക്ക് തന്നെ വാഷിംഗ് മെഷീനിലിട്ട് തിരുമ്പിനെക്കാട്ടി നല്ല സുഖമായിട്ട് തോന്നിട്ടെ. നമ്മൾ കുളിക്കുമ്പോൾ നമ്മൾ ഡ്രസ്സ് നമ്മൾ തന്നെ അപ്പം തന്നെ ഒന്ന് കൈകിടുമ്പോൾ അത് അതിനകത്തുള്ള കൊണ്ടുണ്ടാവും കേട്ടോ. അത് നമ്മളെ പെൺകുട്ടികൾക്കൊക്കെ ശീലാക്കി കൊടുക്കുക. ഇട്ട് കഴിച്ചിട്ടുണ്ടത് അപ്പം തന്നെ അത് തിരുമ്പിടാനുള്ള ഒരു ഇത് കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ ശീലാക്കി കൊണ്ടുവന്നാൽ ഒലിക്ക് അത് വലുപ്പത്തിലും ഒരു ആരാൻ്റെ വരി ചെന്നാലും ഒലിക്കൊക്കെ അത് ഒരു നല്ലൊരു ശീലമായി മാറും കേട്ടോ. ഇവിടെ എൻ്റെ മക്കളൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓലിന്നെ പഠിപ്പിച്ച് തരും. ഞാനാ പിന്നെയും കഴിച്ചിട്ട് കാണ്ട് പോരല്. ഓലൊക്കെ അപ്പം തന്നെ കുളിമുറിയിൽ വെച്ച് കാണ്ടൊക്കെ ഒലിമ്പി ഇട്ട് കാണ്ടാ പോരല് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഒരു ഇവിടെ അലക്ക് സോപ്പ് ഉണ്ടായാൽ നല്ലതാണ്. അലക്ക് സോപ്പ് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ആദായം കേട്ടോ. നമുക്ക് ഒരു 1.5 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഇതിന് പറഞ്ഞിട്ടുണ്ടത്. അപ്പോൾ അതിനുള്ള നമ്മൾ ഈ പൊരിച്ച ഓയിൽ ഇപ്പോൾ ഈ നോമ്പും ഇനിയിപ്പോൾ പെരുന്നാളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചിക്കൻ പൊരിച്ചതും പലതും പൊരിച്ചതൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ഒരു ദിവസം പൊരിച്ചത് പിന്നെ അന്നേരം എന്തിനെങ്കിലുമൊക്കെ എടുത്ത് കാണ്ട് ഒഴിവാക്കുക. അല്ലെങ്കിൽ പിറ്റേന്നും കൂടി നമ്മൾ വല്ലാതെ ഇതാകുകയാണെങ്കിൽ പിറ്റേന്നും കൂടി ഇതാക്കുക. നമുക്ക് വീട്ടമ്മമാർക്ക് ഇതുകൊണ്ട് ഒഴിവാക്കാൻ തോന്നില്ലേ. അപ്പം ഒരു ദിവസത്തെ പിറ്റേന്നും കൂടി ഒന്ന് എടുക്കുക എന്നല്ലാതെ അതിൽ കൂടുതൽ എടുക്കാൻ പാടില്ല കേട്ടോ. ഭയങ്കര കേടാണ്. കൊളസ്ട്രോള്, ക്യാൻസറിന് ഒക്കെ ബാധകമാണ് പിന്നെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ എടുക്കാതെ നിൽക്കുക എന്നല്ല. ഒരു പഴയ പാത്രം വെച്ചാൽ നമ്മളിങ്ങനെ ആയി വരുന്നത് അതിക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. ഒഴിച്ച് ഇങ്ങനെ കുറച്ചാകുമ്പോൾ 1 ലിറ്ററൊക്കെ ആകുമ്പോൾ അപ്പോൾ അതിനകത്ത് പണിയില്ല. അപ്പോൾ ഒരു കിറ്റ് കൊണ്ടുവന്നുകാണ്ട് നമ്മൾ ഇതിനിപ്പോൾ 40 ഉറുപ്പ്യ കേട്ടോ ഒരു കിറ്റിന്. 40-ൻ്റെതും 60-ൻ്റെതും 90-ൻ്റെതും പല സൈസിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിത് വാങ്ങിക്കൊണ്ടുവന്നതിന് 2 കിറ്റ് ഞാൻ വാങ്ങിയതിന്. അപ്പോൾ ഇത് നോമ്പിൻ്റെ മുമ്പ് ഉണ്ടാക്കിയതാട്ടാ. അപ്പോൾ നമ്മൾ പിന്നെ വീഡിയോയിൽ ഇടാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. അപ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ ശേഷം വേറെ ഓരോരുന്ന് കിട്ടിയപ്പോൾ പിന്നെ നോമ്പിൻ്റെ ഇടയിൽ കൂടി ഓരോ സമയത്തിനനുസരിച്ച് ഇടണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഞാൻ അത് ഫോൺ കൊണ്ടുവന്ന് വെച്ചുകാണ്ടേ അതിൻ്റെ സമയം നോക്കട്ടെ. 10 മിനിറ്റ് കഴിയുമ്പോൾ ഓരോന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിലിങ്ങനെ വായിച്ചതുകൊണ്ട് നോക്കിങ്ങാണ്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കട്ടെ നമ്മൾ. അപ്പോൾ ചിലത് എനിക്ക് ക്യാമറ ഓണാക്കാൻ കഴിയണില്ല, അങ്ങനെയുണ്ട്. അപ്പോൾ ഈ കിറ്റ് കൊണ്ടുവന്ന് വെച്ചാൽ കുട്ടികൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് കുട്ടികൾക്കൊന്നും അങ്ങനെ എടുക്കാൻ പാടില്ല. ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്കൊന്നും തൊട്ടിച്ചിട്ടൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് ഈ അലക്ക് സോപ്പ് 2 ആഴ്ച നമ്മൾ കവറിലിട്ടൊക്കെയാണ്. 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ യൂസ് ചെയ്യൽ. അപ്പോൾ അതേപോലെ തന്നെ കേട്ടോ നമ്മൾ ചെയ്തത്.
അപ്പോൾ എല്ലാവർക്കും ഒന്ന് പിന്നെ കാണുമ്പോൾ ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കണ്ടാട്ടെ നമ്മൾ വീഡിയോ എടുത്ത് കണ്ടൊക്കെ കാട്ടുണ്ട്. പണ്ടൊക്കെ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കിനി. ഇപ്പോൾ ഈ വാഷിംഗ് മെഷീൻ ഇറങ്ങിയപ്പോൾ പിന്നെ ആർക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതായി. ഇത് നല്ല പണിയാണ് കേട്ടോ. നമ്മൾ അപ്പം തന്നെ നമ്മളങ്ങനെ ശീലമാക്കി വന്നാൽ നമുക്ക് ഈ വാഷിംഗ് മെഷീനിൽ ഇടുന്ന കാട്ടി എന്തൊരു എളുപ്പമെന്നാ. അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് അതിൽ ഇടുന്നുണ്ട്, ഇളക്കുന്നുണ്ട്, സമയം നോക്കണുണ്ട് കേട്ടോ. അപ്പോൾ 10 മിനിറ്റീസാണ് ഓരോന്ന് ഇട്ടുകൊണ്ട് ഇളക്കേണ്ടത്. അങ്ങനെ കൈ വെക്കാതെ ഇളക്കണം എന്നുള്ളൂ, അടുപ്പത്തൊന്നും വെക്കാനില്ല. അപ്പോൾ അതിങ്ങനെ ഇളക്കി ഇങ്ങനെ ഞാൻ വേവിച്ചും കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ, മുറുക്കിക്കൊണ്ട് ഇങ്ങനെ കുറുക്കുകയാണ്. അപ്പോൾ അതാ നമ്മൾ ഒരു പാത്രം എണ്ണയൊക്കെ പരറ്റി വെച്ചിക്കണം. ആദ്യം തന്നെ എണ്ണയൊക്കെ പരറ്റി വെക്കണം. അപ്പോൾ ഇതിൽ ഒഴിച്ച് നോക്കുമ്പോൾ ഇതിൽ കൊള്ളൂല. അപ്പോൾ ഞാൻ സോപ്പ് ഉണ്ടാക്കണ അച്ചുണ്ട്, അതും എണ്ണ പറ്റിക്കാണ്ട് വെച്ചിക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ കൊഴിച്ചതിൻ്റെ ബാക്കി അതിൽ ഒഴിച്ചാന്ന് വിചാരിച്ചിക്കാണ്ട് അപ്പോൾ അതാണ് ഫുള്ളായിക്കണേ. അപ്പം ഇനി നമ്മൾക്ക് മറ്റേ അച്ചിക്ക് ഒഴിച്ച് കൊടുക്കട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതൊക്കെ റെഡിയാക്കി വെക്കണം. നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കണ മാതിരി എണ്ണയൊക്കെ പരറ്റിക്കാണ്ട് ഇതിൽ നിന്ന് തന്നെ എണ്ണ എടുത്തുകാണ്ട് പരറ്റിയൊക്കെ വെക്കട്ടോ. അതിനത്ര പണിയൊന്നും ആകെ അരമണിക്കൂർ നേരത്തെ പണിയുള്ളൂ. അത് അടുപ്പത്ത് വെക്കാനേ ഒന്നുമില്ല. അങ്ങനെ വായിച്ച് വെക്കുക ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പണ്ട് ഒരിക്കൽ ഞാൻ ഉണ്ടാക്കിക്കണം. അന്നേരം അതിൻ്റെ ശേഷം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഓയിൽ കിട്ടിയെങ്കിൽ നമ്മൾ പൊരിച്ചിട്ട് ഓയിൽ നമ്മളങ്ങനെ ഒരുപാടൊന്നും നമ്മൾ ഒഴിക്കലില്ല കേട്ടോ. പപ്പടം പൊരിക്കാൻ കുറച്ച് ഓയിൽ ഒഴിക്കും. അപ്പോൾ അതിൽ തന്നെയാണ് വറ്റി വരുമ്പോൾ അതിന് മീനിട്ട് കണ്ടാണ്ട് ഇതാക്കും. അപ്പോൾ പിന്നെ നോമ്പൊക്കെ ആകുമ്പോഴാണ് പിന്നെ കുറച്ചൊക്കെ ഒരു ഏറെ ഉണ്ടായാലും കേട്ടോ. നമ്മളെന്തെങ്കിലും സമൂസ അങ്ങനെയൊക്കെ എന്തെങ്കിലും പൊരിക്കുമ്പോൾ, പിന്നെ ചിക്കനൊക്കെ നമ്മൾ വീട്ടിൽ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചിക്കനൊക്കെ പൊരിച്ച ഓയിൽ ഉണ്ടാവുന്നല്ലാതെ വെളിച്ചെണ്ണൊക്കെ ഉണ്ടാവുന്നല്ലാതെ അങ്ങനെ നമ്മളങ്ങനെ ബാക്കിയാക്കലില്ല. ബാക്കിയാക്കി പിന്നെ എടുക്കണ പതിവില്ല കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് തോനെ കുട്ടികളൊക്കെ മക്കളൊക്കെ ഉള്ളവർക്ക് കുറച്ചൊക്കെ ഓയിലൊക്കെ പെരുമാറേണ്ടി വരില്ല. അപ്പോൾ നമ്മളിത് പിറ്റേന്നാണ് ഇട്ടത്. അന്ന് ഞാൻ അവിടെ തന്നെ ആ തുണ്ടുമ്മൽ വെച്ചിട്ടാണ് പോകുന്നത്. പിറ്റേന്ന് എടുത്തുകൊണ്ടുങ്ങാണ്ട് ഇങ്ങനെ ഉണ്ട് മറിച്ചാണ് കേട്ടോ. അപ്പോൾ അത് എടുത്തുകാണ്ട് ഇതാക്കാൻ അപ്പോൾ നല്ലൊരു മട്ടട്ടെ, കാണാനൊക്കെ ഭയങ്കര രസം. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും പിന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഇട്ടുകൊണ്ട് ഒന്ന് ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്, മടിച്ച് നിൽക്കരുത്. നിങ്ങളൊക്കെ സപ്പോർട്ടും സഹകരണമൊക്കെ നമുക്ക് വേണം. നിങ്ങളെ അഭിപ്രായങ്ങൾക്കൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യാനൊന്നും മടിച്ച് നിൽക്കരുത്. നിങ്ങൾക്ക് എന്ത് പറയണ്ടെങ്കിലും നിങ്ങൾ പറഞ്ഞോളി, ഒക്കെ നിങ്ങളെ അവകാശം കേട്ടോ. കമൻറ്റിൽ എന്തായാലും അഭിപ്രായങ്ങളൊക്കെ നമ്മളോട് പറയണം. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ലൈക്ക് ഉണ്ടെങ്കിലേ നമ്മൾ വീഡിയോ ഒന്ന് മുന്നോട്ട് പോകുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വീഡിയോ അങ്ങനെ കിടക്കുമ്പോൾ പിന്നെ നമുക്ക് പിന്നെ വീഡിയോ ഇടാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മോനാണ് സഹായിച്ചല്ല കേട്ടോ. അപ്പോൾ ഓൻ പറയും വീഡിയോ ഓടാഞ്ഞ ഓൻ പറയും ഇനിയിപ്പോൾ അത് മതി അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാണ്ട്. അപ്പോൾ അങ്ങനെ വീഡിയോ ഓടുമ്പോഴേ ഓനെ എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നോമ്പൊക്കെ അങ്ങനെ പോണില്ല, ബദരീങ്ങളാണ്ടാണ്. അപ്പോൾ അതിനെ പറ്റിയൊന്നും നമ്മൾ പറഞ്ഞില്ല. ചിലവർ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ അതിനെ പറ്റിയൊന്നും കൂടുതലൊന്നും പറയണില്ല കേട്ടോ. എല്ലാവരും നോമ്പും നിസ്കാരമൊക്കെ പഠിച്ചാൽ സ്വീകരിക്കട്ടെ, അത്രയൊക്കെ തന്നെ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ അതൊക്കെ പീസാക്കിക്കാണ്ട് ഇനി കവറിലിട്ടേക്കാനട്ടാ ഇതിലുള്ളത് സ്ലിപ്പിലുള്ളത്. അപ്പോൾ അതേപോലെ നമ്മൾ അത് അതിനെ മുറിച്ചുകാണ്ട് പിന്നെ കവറിലിട്ടച്ച് പിന്നെ 2 ആഴ്ച കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം. നല്ല സോപ്പാണ് കേട്ടോ, നല്ല സാബൂന് അലക്ക് സാബൂന് കേട്ടോ. അപ്പോൾ ബാക്കി ഇതിൽ ഒഴിച്ച് വെച്ചതാണ്. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ നല്ലൊരു രസമാണ് കേട്ടോ. അതിങ്ങനെ ഓരോന്ന് എടുക്കുക ഒരു അരമണിക്കൂർ നേരം നമ്മൾ അതിനായിട്ടൊന്ന് മെനക്കെടണം എന്നുള്ളൂ, അല്ലാതെ വേറൊരു പണിയില്ല കേട്ടോ. നല്ല സുഖമായിട്ടൊക്കെ എടുക്കുക. അപ്പോൾ ബാക്കി ഇതിലിട്ട് ഒഴിച്ച് വെച്ചത് കുഴപ്പമൊന്നുമില്ല, നല്ല മുറുകിക്കണേ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ നല്ല ഉണങ്ങിയിട്ട് വരും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. കുറച്ചുണ്ട് കേട്ടോ, കുറച്ചൊക്കെ ഉണ്ട്. നമുക്ക് കുറേ ദിവസം തിരുമ്പാളുണ്ട്. ഇനിയും ഓയിലുണ്ട് കേട്ടോ. അന്നത്തെ ഓയിൽ തന്നെ ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ പിന്നെ നോമ്പായി. പിന്നെ ഞാൻ കുറച്ച് സോപ്പും ഉണ്ടാക്കി. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.